إلى حضرة سيدنا مصطفى محمد صلى الله عليه وسلم سيدنا من عطاء الله السكندري رضي الله عنه شيخنا وأساتذتنا وشيخنا تقييدنا والدارين القادري رضي الله عنه الأساتذة أستاذنا السيد علميكم أستاذ وسائر ساداتنا الذين ماتوا في هذا الشهر رضي الله عنهم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. നമ്മൾ 48ാമത്തെ ഹിക്മത്തിലാണ് നമ്മളുള്ളത്. ഒരു മനുഷ്യന്റെ ഖൽബ് ചത്തുപോയി. ഖൽബ് ചത്തവർ എന്നറിയാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിനിപ്പോ ആധുനിക സജ്ജീകരണങ്ങൾ കൊണ്ട് ഖൽബ് ചത്തു എന്നറിയാൻ പറ്റില്ല. ഖൽബിന് ഇടുപ്പില്ല, അതൊക്കെ പറ്റും. നമ്മളെ ഖൽബ് ചാവുക എന്നുള്ളത് അശ്രദ്ധനായി നടക്കുക എന്നതിന്റെ അടയാളമാണ്. ഖൽബ് ചത്തതിനെ പറ്റി അതിന്റെ അടയാളം ശറഈനോട് അനുയോജ്യമായ, ശറഈനോട് യോജിക്കുന്ന നിയമങ്ങൾ നഷ്ടപ്പെട്ടു പോയി. സാധാരണ ചെയ്തു വന്ന ത്വാഅത്തുകൾ നഷ്ടപ്പെട്ടു പോയതിന്റെ മേൽ ദുഃഖമില്ലായ്മ, അത് ഖൽബ് ചത്തു എന്നതിന്റെ അടയാളമാണ്. തെറ്റുകൾ ചെയ്ത ഒന്നിന്റെ മേല് ഖേദം ഇല്ലായ്മ. ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ട് അതിനൊന്നൊരു ഖേദം ഇല്ലെങ്കിലും അതും ഖൽബ് ചത്തതിന്റെ അടയാളമാണ്. ചെയ്തുകൊണ്ടുവന്നിരുന്ന നന്മകൾ ഒഴിവാക്കിയതിൽ ദുഃഖവും കാണുന്നില്ല. തെറ്റുകളുണ്ടായിട്ട് അതിന് ഖേദവും പ്രകടിപ്പിക്കുന്നില്ല എങ്കിൽ ഖൽബ് ചത്തു എന്നതിന്റെ അടയാളമാണ്. അതുകൊണ്ട് ഫഇല്ലം യകുനിൽ അബ്ദു ബിഹാദൽ വസ്ഫി, ഇങ്ങനത്തെ ഒരു വിശേഷണം നമുക്ക് വേണം. നന്മകൾ ഉണ്ടാകുമ്പോൾ സന്തോഷിക്കുക. സന്തോഷം എന്ന് പറഞ്ഞാൽ പേടിയോടുകൂടെയുള്ള സന്തോഷമാണ് പറഞ്ഞത്. കാരണം ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഖൗഫിന്റെയും റജാഇന്റെയും പേടിയുടെയും പിന്നീട് ആഗ്രഹത്തിന്റെയും ഇടയിലാണല്ലോ മുഅ്മിന്റെ ഖൽബ്. അങ്ങനെ തന്നെ സയ്യിആത്തുകൾ സംഭവിക്കുമ്പോൾ അത് ദുഃഖിക്കുക. ഇങ്ങനത്തെ ഒരവസ്ഥ മനുഷ്യനില്ല എങ്കിൽ ഫഇല്ലം യകുനിൽ അബ്ദു ബിഹാദൽ വസ്ഫി, ഈ വിശേഷണം കൊണ്ട് മനുഷ്യൻ വിശേഷണം സിദ്ധിക്കുന്നില്ലെങ്കിൽ വഅദിമൽ ഹസനു അലാ മാ ഫാതഹു, അവന് ഫൗത്തായ ഒന്നിന്റെ മേൽ ദുഃഖം ഇല്ലാതാവുകയും ചെയ്താൽ വന്നദമു അലാ മാ അതാഹു, കൊണ്ടുവന്ന ഒന്നിന്റെ മേലുള്ള ഖേദവും ഇല്ലാതായി കഴിഞ്ഞാൽ തെറ്റുകൾ കൊണ്ടുവന്നിട്ട് അതിനെ ഖേദിക്കുക, പശ്ചാത്തപിക്കുക ഒന്നും ചെയ്യുന്നില്ല. നന്മകളൊക്കെ നഷ്ടപ്പെട്ടു പോയിട്ട്, ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ട് ദുഃഖവും വരുന്നില്ല. എന്നാൽ ഖൽബ് ചത്തുപോയി. അല്ല, അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നല്ല അമലുകൾ ഉണ്ടാവുക എന്നതും ഒരാളെ സംബന്ധിച്ച് തിന്മയായ നല്ലതും മോശവുമായ അമലുകൾ ഉണ്ടാവുക എന്നുള്ളത് അത് രണ്ടും അലാമത്തുകളാണ്. നല്ല അമലുകൾ ഒരു മനുഷ്യനിൽ നിന്നും ഉണ്ടാകുമ്പോൾ, റിയാ ഒന്നുമില്ലാത്ത രീതിയിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അള്ളാഹു അയാളെ തൃപ്തിപ്പെട്ടിട്ടാണ് അതെല്ലാം ഉണ്ടാകുന്നത്. മോശമായ അമലുകൾ ഉണ്ടാകുമ്പോൾ മനസ്സിലാക്കണം അള്ളാഹു അയാളോട് ദേഷ്യം പിടിച്ചിട്ടുണ്ട് എന്ന്. മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹിമഹുല്ലാഹ് പറഞ്ഞതിന്റെ ആശയം, അതിന്റെ ഹാഷിയകൾ, അതിന്റെ വിശദീകരണക്കാരത് പറയുന്നുണ്ട്. എന്താ? وإذا وفق الله تعالى عبده للصالحات, അള്ളാഹു ഒരു ദാസന് നല്ലത് ചെയ്യാനുള്ള തൗഫീഖ് കൊടുത്താൽ സർറഹു ദാലിക, അതവനെ സന്തോഷിപ്പിക്കും. ലിയന്നഹു അലാമത്തുൻ അലാ റിളാഹു അൻഹു, അള്ളാഹു അവനെ തൃപ്തിപ്പെട്ടു എന്നതിന്റെ മേൽ അടയാളമാണ്. വഗലബ ഹീനഇദിൻ, ഈ സന്ദർഭത്തിൽ അവനിൽ മികച്ചു വരും റജാഉഹു, അവന്റെ ആഗ്രഹങ്ങൾ. എന്താ? ഇദാ ഖദലഹു, അള്ളാഹു അവനെ നിസാരപ്പെടുത്തി, ഫലം യഅസിമുഹു, അള്ളാഹു അവനെ കാത്തില്ല എങ്കിലോ,
അങ്ങനെ ഫഅമില ബിൽ മആസി തെറ്റുകുറ്റങ്ങളൊക്കെ ചെയ്താൽ സാഅഹു ദാലിക വഅഹ്സനഹു അത് ലിഅന്നഹു അലാമത്തുൻ അലാ സഖത്തിഹി അലൈഹി അല്ലാഹു അവന്റെ മേൽ ദേഷ്യം പിടിച്ചു എന്നതിന്റെ അടയാളമാണ്. അപ്പോൾ വലമഹീനയിന് അപ്പോൾ അവൻ ഗാലിബായി വരണം. ഖൗഫുഹു അല്ലാഹുവിനോടുള്ള ഭയം അവന് ഭയം കൂടി വരണം. വറജാഉ ആഗ്രഹം വരണം. വറജാഉ ആഗ്രഹം യബ്അസു അലൽ ഇജ്തിഹാദി ഫി ത്വആത്ത്. അതുകൊണ്ട് ഖൽബ് ചത്തവരിൽ നമ്മൾ പെടാതിരിക്കണം എന്നാണ് മഹാനായ ഇബ്നു അത്താഉല്ലാഹി സിക്കന്ദരി റഹിമഹുല്ലാഹ് പറഞ്ഞത്. ഇദാ അതാഹു ആത്തിൻ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും ബൈനമാ നഹ്നു ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ തങ്ങളടുക്കൽ ഇരിക്കവേ ഇത് അതാഹു ആത്തിൻ ഒരാൾ തങ്ങളടുക്കൽ അയാൾ വന്നിട്ട് തങ്ങളോട് വന്ന് പറയുന്നു, പുന്നാര നബി, ഞാൻ 9 കിലോമീറ്ററുകളോളം അപ്പുറത്ത് വരികയാണ്. ഞാൻ എൻ്റെ രാവും എൻ്റെ പകലൊക്കെ ഞാൻ ദാഹിച്ച് തങ്ങളടുക്കൽ വന്നതാണ്. എൻ്റെ ഒട്ടകത്തിൽ കയറി കുതിരമ്പുറത്ത് കയറി അതിന്റെ യാത്രയിൽ ദുഃഖമുണ്ട്. അതിനെയൊക്കെ വിഷമിപ്പിച്ചു വന്നതാണ്. 2 കാര്യം ചോദിക്കാൻ. അപ്പോൾ ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മൻ അന്ത? ഖാല സയ്യിദുൻ അൽ ഖൈർ. സയ്യിദുൻ അൽ ഖൈർ, കുതിരക്കാരനായ സയ്യിദാണെന്ന് പറഞ്ഞു. ഖാല ബൽ അന്ത സയ്യിദുൻ അൽ ഖൈർ, നീ കുതിരക്കാരനല്ല ഖൈറായ സയ്യിദാണെന്ന് പറഞ്ഞു. സൽ, ചോദിക്കുക. ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ പറഞ്ഞു, ജിഇതു ലിഅസ്അലക അൻ അലാമത്തില്ലാ ഫീമൻ യുരീദ് വഅലാമത്തുഹു ഫീമൻ ലാ യുരീദ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു ദാസനെ കരുതി എന്നതിന്റെ അടയാളം എന്താണ്? അല്ലാഹു ഒരു ദാസനെ കരുതിയില്ല എന്ന് പറയുന്നതിന്റെ അടയാളം ഏതാണ്? ഫഖാല ലഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഖ് ബഖ്, മതി. എന്താ അടിപൊളി ചോദ്യം. കൈഫ അസ്ബഹത യാ സയ്യിദ്, എങ്ങനെ ഇന്ന് പ്രഭാതത്തിലായത്? ഖാല, മഹാനായ സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അസ്ബഹതു ഉഹിബ്ബുൽ ഖൈറ വ അഹ്ലഹു, ഞാൻ ഇന്ന് പ്രഭാതത്തിലായത് ഖൈറിനെയും അതിന്റെ ആൾക്കാരെയും ഇഷ്ടം വെക്കണമെന്നുകൊണ്ടാണ്. ഉഹിബ്ബു അൻ യഅമല ബിഹി, ഖൈർ കൊണ്ട് ചെയ്യണം എന്നതാണ്. വഇദാ ഫാതനി ഹനൻതു ഇലൈഹി, എനിക്കത് നഷ്ടപ്പെട്ടു പോയാൽ ഞാൻ അതിലേക്ക് വേഗം എത്തും. ഇദാ അമിൽതു അമലൻ ഖല്ലഉ കസറ ഐഖന്തു ബിസവാബിഹി, ഞാനൊരു പ്രവർത്തനം പ്രവർത്തിച്ചാൽ അത് ചുരുങ്ങിയതായാലും കൂടിയതായാലും ഞാൻ അതിന്റെ സവാബിനെ ഉറപ്പിച്ചവനായിട്ടാണ് ഇന്ന് പ്രഭാതത്തിലായത്. ഖാല ഹിയ ബിഐനിഹാ യാ സയ്യിദ്, അങ്ങനെ തന്നെയാണ്. അങ്ങനെ തന്നെ ആയിക്കോ, അതാണ് ഏറ്റവും നല്ലത്. വലൗ അറാദക അല്ലാഹു ലിൽ ഉഖ്റ, വേറെയും അല്ലാഹു ഉദ്ദേശിച്ചാൽ ഹയ്യക ലഹ, അതിനുവേണ്ടി അല്ലാഹു നിന്നെ തയ്യാറാക്കും. ലായിബാലി, അല്ലാഹു ഇഷ്ടം വെക്കുകയില്ല, അവൻ വകവെക്കുകയില്ല. അയ്യവാദിൻ ഹലക്കത്ത്, എവിടെ പോയി നീ നശിച്ചാൽ, ഇവിടെ നശിക്കുക എന്നാണ് എന്റെ മനേതുള്ളൂ. എവിടെ പോയി നല്ല പ്രവർത്തനങ്ങൾ ചെയ്ത് നല്ലവനായി നീ തീർന്നാലും അള്ളാഹു വകവെക്കുന്നില്ല. അത് നിനക്ക് അള്ളാഹു ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യമാണ്. ഫഖാല സയ്യിദുൻ ഹസ്ബി, എന്നെ മുമ്പ് വേഗം അവിടെ നിന്ന് പോവുകയും ചെയ്തു. അപ്പം നമ്മളുടെ പ്രഭാതമാകുമ്പോൾ തന്നെ നല്ലത് ചിന്തിച്ചുകൊണ്ട്, നല്ല അഖിലുകാരെ ചിന്തിച്ചുകൊണ്ട്, ഖൈറിനെ ചിന്തിച്ചുകൊണ്ട്, ഖൈറിന്റെ അഖിലുകാരെ ചിന്തിച്ചുകൊണ്ട് നാം പ്രഭാതത്തിലായി ഖൈറായ കാര്യങ്ങൾ ചെയ്യുന്നവരിൽ അള്ളാഹു നമ്മളെ പെടുത്തട്ടെ. അങ്ങനെയാണെങ്കിൽ അള്ളാഹു നമ്മളെ ഇഷ്ടം വെച്ചു, അള്ളാഹു നമ്മളെ സ്നേഹിച്ചു എന്നതിന്റെ അടയാളമാണ്. അല്ലാതെ അള്ളാഹു സ്നേഹിക്കുക എന്നതിന്റെ അടയാളം 2 തസ്ബീഹ് എടുത്ത് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറഞ്ഞു, പിന്നെ ഗീബത്തും പറഞ്ഞു, അതൊന്നുമല്ല. ഇനി 49ാമത്തെ ഹിക്മത്താണ്. ഇനി ചില മനുഷ്യന്മാരുണ്ടല്ലോ, ചില മനുഷ്യന്മാരെ വിലയിരുത്തൽ കണ്ടാ പടച്ചവനെ ഇയാൾ വലിയ സൂഫിയാൻ തോന്നിപ്പോ. അങ്ങനൊന്നല്ല. മഹാനായ ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി പറയുന്നു, ലാ യഅ്ദുമു ദംബു ഇൻദക്, നീ എത്ര വലിയ പാപം ചെയ്താലും അതൊരു വലുതായി കാണരുത്. അളമത്ത തസദ്ദുക അളമത്ത
അല്ലാഹു തആലാനെ കൊണ്ട് നല്ലത് ഭാവിക്കുക എന്നതിനെ തൊട്ട് തടയുന്ന രീതിയിൽ ഒരു ഭയങ്കര ആളമത്തായി കാണണ്ട. പാപം വന്നുപോയി, പഠിച്ചവനെ തമ്പുരാനെ, ശരീര ഇച്ഛയ്ക്ക് അടിമപ്പെട്ട്, സാഹചര്യത്തിന് അടിമപ്പെട്ട്, ശരീര ഇച്ഛയ്ക്ക് വഴിപ്പെട്ട് ചെയ്തു പോയി പഠിച്ചവനെ, എന്നാലും നിന്റെ കറമ് വലുതാണല്ലോ അല്ലാ എന്നൊരു രീതി നമ്മളെ കൽബിലുണ്ടെങ്കിൽ അത് നിന്റെ വിജയത്തിന്റെ അടയാളമാണ്. അല്ലാതെ ഞാൻ ഭയങ്കര പാപിയായിപ്പോയി, എന്നെ ഇനി പടച്ചും പോലും ഇഷ്ടപ്പെടത്തില്ല, അള്ളാഹുവിനെ കൊണ്ട് ഇനിയിപ്പോ എനിക്ക് നല്ലത് ഭാവിക്കാൻ പറ്റില്ല, ഞാൻ ഇത്ര നാൾ വളരെ തെമ്മാടിത്തായി നടന്നുപോയി, ഇനി എനിക്ക് രക്ഷയില്ല എന്ന് നീ കരുതരുത് എന്നാണ് പറയുന്നത്. ഫൈന്നമൻ അറഫ റബ്ബഹ്, അള്ളാഹുവിനെ മനസ്സിലാക്കുന്നവൻ, ഇസ്തസ്ഗറ ഫീ ജംബി കറമിഹി ദംബുഹു, അവൻ എത്ര വലിയ പാവിയാണെങ്കിലും അള്ളാഹുവിന്റെ ഉന്നതമായ കറമിന്റെ അടുക്കൽ എത്ര വലിയ പാവമാണെങ്കിലും അത് ചെറുതാകും എന്നതാണ് മഹാനായ സിക്കന്ദരി പറയുന്നത്. അപ്പൊ പാപങ്ങൾ ചെയ്തവർ, തെറ്റ് ചെയ്തു പോയി, ഇപ്പൊ എന്ത് ചെയ്യാനാ, സംഭവിച്ചു പോയി, ഇപ്പൊ എന്ത് ചെയ്യും, വല്ല വേനയും പോലെ ചെയ്യാൻ പറ്റുമോ? ചെയ്തു പോയി, ഇനിയിപ്പോ പോയി ട്രെയിനിന് മുന്നിൽ ചാടിയാലോ, ഈമാനില്ലാതെ വലിച്ചു പോകുന്നല്ലാതെ. അപ്പൊ രണ്ട് രീതിയാണ്. ഒന്ന്, അല്ലാഹുവിന്റെ അടുക്കൽ ചെയ്തു പോയി റബ്ബേ, അപ്പൊ അതിനൊരു ചെയ്തു പോയ തെറ്റുകൾക്ക് ഒരു ഇസ്തിഗ്ഫാർ ചെയ്യാനും ഒരു തൗബ ചെയ്യാനുമുള്ള ഒരു പ്രേരണ അവന്റെ ഖൽബിൽ അല്ലാഹു ഇട്ടുകൊടുത്താൽ ഇനി അതിലേക്ക് പോവുകയില്ല എന്ന ദൃഢനിശ്ചയവും അവനിലേക്ക് ഇട്ടുകൊടുത്തു. അതേപോലെ ഇതിലേക്ക് മടങ്ങുകയില്ല എന്നും അവന്റെ ഖൽബിലുണ്ട് എങ്കിൽ ഫഹാദിഹി അളമത്തുൻ മഹ്മൂദ, അത് വളരെ സ്തുത്യർഹമായ, വണ്ണമായ, സ്തുതിക്കപ്പെടുന്ന ഒരു ആദരവ് തന്നെയാണ്. അത് ഈമാനുൽ അബ്ദ് മിൻ വഹിയ മിൻ അലാമാത്തി ഈമാനിൽ അബ്ദ്. അപ്പൊ ഇനി പറഞ്ഞാലിത് കൂടിപ്പോകും, ഇൻഷാ അല്ലാഹ് അടുത്ത വിശദീകരിക്കും. അപ്പൊ ആരെയും നമ്മൾ വലുതാക്കി അവരങ്ങനാണ് ഇങ്ങനാണ്, അവൻ ഇത്ര നാൾ ഇങ്ങനെ നടന്ന ഇനിയിപ്പോ നന്നാവൻ എന്തുവാ, അങ്ങനൊന്നും പറഞ്ഞാലല്ലേ. അല്ലാഹു തആലാന്റെ വണ്ണമായ കറമ്, അവന്റെ ആദരവ്, അവന്റെ ഔദാര്യം ഭയങ്കര വലുതാണ്. അതിലേക്കെല്ലാം നോക്കിയാൽ ഇതൊക്കെ വളരെ ചെറുതാണ്. മനസ്സിലായി?